ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മച്ചമ്പി ഏതെങ്കിലും സിറ്റുവേഷൻസിനെയോ ഏതെങ്കിലും പർട്ടിക്കുലർ വ്യക്തികളെയോ ഒരുപാട് അംഗീകരിച്ചു വെച്ചിട്ടുണ്ട്, ഒരുപാട് വിശ്വസിച്ചു വെച്ചിട്ടുണ്ട്. ഇവര് വിശ്വസിക്കുന്ന പോലെ, ഇവർ അംഗീകരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ആ വ്യക്തികളെ നിങ്ങളും അംഗീകരിക്കണം. നിങ്ങളും ഇവരെക്കാളും കൂടുതൽ അവരെ സ്നേഹിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന മൂന്നാമത്തെ ആ വ്യക്തികളെ നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ വിചാരിച്ച പോലെയുള്ള നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മറ്റേ ബാഹുബലിയില് കുറച്ചു പേര് യുദ്ധത്തിന് വരൂലേ, എന്താണ് കാലകേയരെ പോലെയുള്ള കുറച്ച് ആളുകൾ യുദ്ധത്തിന് വരൂല, അതുപോലെയാണ് ഈ വ്യക്തികൾ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെയൊന്നും അല്ല. വെറും പച്ചപ്പാവങ്ങളാണ്. ഐസ്ക്രീം പോലെ മെൽട്ടായി പോകുന്ന സ്വഭാവത്തിന് ഉടമകളാണ് എന്നാണ് ഇവരെ പറ്റി നിങ്ങളോട് ഈ നിങ്ങളുടെ മച്ചമ്പി പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ തെറ്റിദ്ധാരണയും നിങ്ങളുടെ ചിന്താഗതിയുടെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ഈ മൂന്നാമത്തെ വ്യക്തികളെയൊക്കെ, അല്ലെങ്കിൽ മൂന്നാമത്തെ ആ സിറ്റുവേഷൻസിനെയൊക്കെ വെറുതെ ചിന്തിച്ച് കാട് കയറി വിഷമിച്ചു വെച്ചിരിക്കുന്നത്, വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, വെറുതെ ബാലൻസ് ഇല്ലായ്മ, തർക്കം കൊണ്ടുവരുന്നത് എന്നൊക്കെ നിങ്ങളുടെ ആള് ഘോരഘോരമായിട്ട് പ്രസംഗിക്കും. നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയുടെ കുഴപ്പമാണെന്നൊക്കെ വെറുതെ ഇങ്ങനെ പറയും. പക്ഷേ നിങ്ങളാണ് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും വ്യക്തികളെ പറ്റി നിങ്ങളുടെ ആളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആള് ഇതിന്റെ അപ്പുറം നിങ്ങളോട് കാണിച്ചേ. മനസ്സിലായോ? അതൊരു പോയിന്റ് ഉണ്ട് കേട്ടോ, കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? അങ്ങനെയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വിഭവസമൃദ്ധമായ സദ്യ പോലെ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ പറ്റും. സന്തോഷം, സമൃദ്ധി എല്ലാം കൊണ്ടും ജീവിക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ മച്ചമ്പി ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ഇതല്ല അതാണ്, അതല്ല മറ്റതാണ്, മറ്റതല്ല മറിച്ചതാണ് എന്നിങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടിട്ടാണ് നിങ്ങളുടെ ബന്ധത്തില് നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടും നിങ്ങളുടെ ചോദ്യം ചെയ്യലും കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളല് വീഴുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഉള്ളിലുണ്ടാവും. നിങ്ങൾ ഈ വ്യക്തികളെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതും, നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ഭവിഷ്യത്ത് ഉണ്ടാവുമെന്നും അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലോ
നിങ്ങളുടെ കുടുംബ ജീവിതത്തിലോ എത്രമാത്രം അത് ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും ഇട്ട് കുലുക്കുമെന്ന് നിങ്ങൾക്ക് ബോധം ഉള്ളതുകൊണ്ടാണ്. അതിനെപ്പറ്റി നിങ്ങൾ നല്ല രീതിക്ക് എന്താ പറയാ, ശങ്കരാടി പറഞ്ഞ പോലെ ഒരു താത്വിക അവലോകനം തന്നെ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി അത് നടത്തിയിട്ടില്ല. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് പല സിറ്റുവേഷൻസിനെ പറ്റിയോ പല ഇവര് ഉദ്ദേശിക്കുന്ന പല വ്യക്തികളെ പറ്റിയോ കൺവിൻസ് ചെയ്യാൻ വരുമ്പോ നിങ്ങൾ അടിമുടി ഇതിലൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിലൊക്കെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ പല കാര്യങ്ങളും ചിക്കിച്ചകഞ്ഞ് ചോദിക്കുന്നു. അവിടെ പ്രശ്നങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ ആള് എന്ത് പറയുന്നോ അത് അപ്പാടെ നിങ്ങൾ വിഴുങ്ങി എടുത്ത് താലപ്പൊലിയൊക്കെ ഇട്ട് പുള്ളിനെ ആനയിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ മുടുമുടുക്കൻ മുക്കരിക്കണ്ണൻ, അല്ലെങ്കിൽ മുടുമുടുക്കി മുക്കരിക്കണ്ണി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആളുകൾ, നിങ്ങൾ പരാതിപ്പെട്ടി വഴക്കടിക്കുന്ന ആളുകൾ, തർക്കിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള രീതിയിലോട്ട് നിങ്ങൾ അങ്ങോട്ട് ഒരു ചിത്രീകരണം നടത്തും. യഥാർത്ഥത്തിൽ എന്താ പറയാ, ഈ ഇരുട്ടിന്റെ മറവിലിരിക്കുന്ന ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള എന്താണ് പറയാ, മറ്റേ ഈ പിടിച്ചതിനേക്കാളും വലുതാണ് അളയിലിരിക്കുന്നതെന്ന് പറയണത് പോലെ യഥാർത്ഥത്തിലുള്ള ഇവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും മനസമാധാനം തകർക്കുന്നതും ഫ്യൂച്ചറിനെ വഴിമുട്ടിച്ചിരിക്കുന്നതും വേറെ ആളുകളാണ്. അതല്ല നിങ്ങളുടെ ആള് മനസ്സിലാക്കുന്നത്. പകരം ഇവരെയൊന്നും അംഗീകരിക്കാത്ത നിങ്ങളാണ് ബുദ്ധിമുട്ടും പിണക്കം ഇടക്കിണക്കം ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിനുള്ള ഒരു വിഷമം ഇവിടെ കാണിക്കുന്നു. എന്തുകൊണ്ട് ഇതൊന്നും അംഗീകരിക്കുന്നില്ല, എന്തുകൊണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഉണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കില്ല. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അംഗീകരിക്കണം. അതാണ് ഇതിൻ്റെ അകത്തുള്ള വിഷയങ്ങൾ. നിങ്ങൾ മുൻകൂട്ടി പല കാര്യങ്ങളും പല പരിപാടികളും നിങ്ങൾ മുൻകൂട്ടി പറയുമ്പോൾ നിങ്ങൾ ഓവർ തിങ്കറായിട്ട് മാറുന്നു. നിങ്ങൾ കാട് കയറി ചിന്തിക്കുന്നവരാകുന്നു. പക്ഷെ നിങ്ങൾ ഫ്യൂച്ചറിനെ ഭയപ്പെട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം കയ്യിൽ നിന്ന് പോകുമോ എന്ന് ടെൻഷൻ അടിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ ആൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾക്ക് ടെൻഷനുണ്ട്. കൈവിട്ടു പോകുമോ, കൈവിട്ടു പോയി, അല്ലെങ്കിൽ കൈവിട്ടു പോയിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനെ എൻ്റെ കുടുംബത്തിനെ ബാധിക്കുമോ, എൻ്റെ മക്കളെ ബാധിക്കുമോ, ഫാമിലീനെ ബാധിക്കുമോ എന്നുള്ള ടെൻഷനിലാണ് ഈ ചെറിയ ചെറിയ വാക്ക് തർക്കമൊക്കെ ഒരു വലിയ രീതിയിൽ എത്തിക്കുന്നത്. അങ്ങനെ വയലന്റ് ആയിട്ട് വാക്ക് തർക്കം ചെയ്യുന്നവരും ഉണ്ട്. ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഒരക്ഷരം പോലും ഒരു പ്രതികരണം പോലും ഇല്ലാതെ സൈലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നവരും ഉണ്ട്. സൈലന്റ് ആയിട്ട് യുദ്ധം ചെയ്യുന്നവർ, അതും ഇവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ ആളുടെ ആഗ്രഹം. കൊള്ളാം, കിടിലൻ ആഗ്രഹം. ഓക്കെ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആള് അഡൾട്ട് ആണെങ്കിലും ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ചെയ്യും. ഒരു കാര്യവിവരണം ചില സമയത്ത് കാണിക്കുന്നില്ല. പക്ഷെ അത് നിങ്ങളാണ് അങ്ങനെയുള്ള പ്രവർത്തികൾ കാണിക്കുന്നതെന്നാണ് നിങ്ങളുടെ ആള് പറയുന്നത്. ഒരു കോളേജ് ലൈൻ പോലെയുള്ള പരിപാടികളൊക്കെ കാണിച്ചു കളയും. ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ. അതായത് എനിക്ക് വയ്യ ഇത് പറയാൻ.
നിങ്ങളുടെ ആളുടെ കാര്യമില്ലേ? ഓക്കെ. അതായത് നിങ്ങളുടെ ആൾക്ക് എപ്പോഴും ഒരു വെളിച്ചമായിരിക്കണം നിങ്ങൾ. അവര് ഇരുട്ടിൽ തപ്പി തടഞ്ഞ് നിൽക്കുമ്പോ നിങ്ങളൊരു 2000 വാട്ടിന്റെ ടോർച്ച് അടിച്ച് ഇങ്ങനെ നിൽക്കണം. അവർക്ക് ഒരു വഴികാട്ടിയായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ തലയിൽ വെച്ചിട്ട് അവർക്ക് എന്താ പറയാ, അവര് മാനത്ത് കാണുന്നത്, അവര് മനസ്സിൽ കാണുന്നത് നിങ്ങൾ മാനത്ത് കണ്ട് എല്ലാ പരിപാടികളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അവരിങ്ങനെ ഉലകം ചുറ്റി ഇങ്ങനെ എന്താ പറയാ, അവരുടെ ഇഷ്ടത്തിനൊക്കെ ഇങ്ങനെ നടന്ന് ഉലകം ചുറ്റി ഇങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ മനസ്സോ ശരീരമോ ഉലകം ചുറ്റി ഇങ്ങനെ നടക്കും. പക്ഷെ നിങ്ങള് അവര് എപ്പോ വേണേലും സ്വീകരിക്കാനും എന്ത് രീതിയിലുള്ള സ്നേഹങ്ങൾ കൊടുക്കാനും അവർക്ക് ആവശ്യം ഉണ്ടാവുന്ന സാധനങ്ങളോ എന്തെങ്കിലും പ്രൊഡക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം, സാമ്പത്തികം എന്താണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ മനസ്സറിഞ്ഞ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്തു കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണ്. കൊള്ളാം, കലക്കൻ സാധനം. നിങ്ങൾ എവിടെയും വിട്ടു പോവരുത്. ഒരു കോണിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മൈൻഡും ഉണ്ട്. ആ ഒരു മൈൻഡിലോട്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കൊണ്ടുവരാനും പറ്റും, അവരുടെ സംസാരത്തിൽ കൂടിയോ. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് സംസാരിച്ചു വീഴ്ത്താൻ നല്ല രീതിക്ക് അറിയാവുന്ന ആളാണ്, അറിയാവുന്ന മച്ചമ്പിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇത്തിരി കണിശക്കാർ, ഇത്തിരി ദേഷ്യക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ എന്താ പറയാ, ആ ഒരു ദേഷ്യവും കാര്യങ്ങളും നിങ്ങളൊന്ന് സോഫ്റ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇത്തിരി സ്നേഹമായിട്ടൊന്ന് നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ എല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് അവരുടെ അടുത്ത് നിങ്ങൾ പെരുമാറുമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. കാരണം A to Z നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ വ്യക്തി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആള് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അവർക്ക് നിങ്ങൾ അനുകൂലമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവര് ഒരു പുറം ലോകത്തോട് ഇവരെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. എന്തിനും അവരുടെ സൈഡിൽ അനുകൂലമാക്കി നിർത്തണം. അവരുടെ ഐഡന്റിറ്റിക്ക് മോശം വരുത്താതെയുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോലെ ഈ വ്യക്തിനെ ഈ ലോകത്ത് ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു മനുഷ്യത്തെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അത് ഞാൻ പറയാം. കാരണം ഈ വ്യക്തിയുടെ ഒരുപാട് സ്വഭാവങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തിൽ വന്നിട്ട് ഒരുപാട് വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സ്നേഹം, അതായത് സ്നേഹിച്ച് നിങ്ങൾ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.